ഹലോ ഹായ് സാലിഹാണ്. പറയാനുള്ളത് KSEBിനെ കുറിച്ചാണ്. നമ്മളെ KSEBയില് റീഡ് ചെയ്യണ മീറ്ററും അതുപോലെ തന്നെ ഒരു യൂണിറ്റ് പോലും നഷ്ടപ്പെടാതെ കംപ്ലീറ്റ് ബില്ലിൽ വരുന്ന സംവിധാനവും യൂണിറ്റിന്റെ പൈസയും മാത്രമേ ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളൂ. സർവീസിൽ ഇതുവരെയായിട്ട് ഒരു അപ്ഡേഷനും വരാത്ത സംഗതിയാണ് KSEB. ഈ മഴയുടെ തൊട്ട് മുമ്പായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കറണ്ട് ഓഫാക്കിയിട്ട് ലൈനിലേക്ക് ചാടാൻ നിൽക്കുന്ന എല്ലാ മരങ്ങളും കൊമ്പുകളും എല്ലാം മുറിച്ചു മാറ്റി. ഇപ്പൊ മഴ ഒന്നുകൊണ്ട് പെയ്തപ്പോത്തിന് അല്ലെങ്കിൽ ഒന്ന് കാറ്റടിച്ചപ്പോത്തിന് കറണ്ട് പോവാ. ഇന്നലെ ഇന്റെ നാട്ടിൽ 29 മണിക്കൂറിന് ശേഷമാണ് കറണ്ട് തിരിച്ചു വന്നത്. മാത്രല്ല ഈ കറണ്ട് പോയ വിവരം അല്ലെങ്കിൽ ലൈനിലേക്ക് ഒരു മരം ചാഞ്ഞ വിവരം വിളിച്ചു പറയാന് അതിന്റെ ആകെ ഒരു സ്ലോട്ടാണ് വിളിച്ചു പറയാനുള്ളത്. ഒരു പഴയ ഒരു ലാൻഡ് ലൈന്, ആ ലാൻഡ് ലൈനിലേക്ക് വിളിച്ചാൽ കിട്ടണില്ല. കിട്ടാതിരിക്കുമ്പോ ഇപ്പോ ഒരു ടോൾ ഫ്രീ നമ്പറും ഇതൊക്കെ തന്നിട്ടുണ്ട്. അതിൽ പരാതി പറഞ്ഞ് ആ പരാതി രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ ഒരു ഒരു ഫോളോ അപ്പോ കാര്യങ്ങളോ ഇല്ല. നമുക്ക് അറിയുന്ന KSEBയിലെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ വിളിക്കുമ്പോൾ പലരും പല രീതിയിൽ തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഫോൺ എടുക്കാതെ തന്നെ ആയി. ഇന്നൊരു മരം വീണിട്ട് വിളിച്ചിട്ട് അത് പറയാൻ കഴിയാതെ ഇതായിട്ട് ഈ നാട്ടുകാർ തന്നെ മരം വെട്ടിമാറ്റേണ്ട ഒരവസ്ഥ എത്തി. നമ്മൾ അതിന്റെ ഭാവി അപകടങ്ങളാണ് ഞാൻ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ ആരെങ്കിലും ലൈനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അപകടം നടന്നാല് വിളിച്ചു പറയാനുള്ള ഒരു സംവിധാനം ഇന്നും KSEBക്കില്ല. നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, നമ്മളെ ഇലക്ഷന് ഒരു ആപ്പ് പുറത്തുവിട്ടിരുന്നു. നമ്മളെ ഇലക്ഷൻ സമയത്ത് നിയമവിരുദ്ധമായ കാര്യങ്ങള് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ആപ്പ് ഇലക്ഷൻ വിഭാഗം പുറത്തിറങ്ങിയിരുന്നു. അതില് ഫോട്ടോ എടുത്ത് വിട്ട് ഉടനെ ഇലക്ഷന്റെ ടീം വന്നിട്ട് ആ നിയമവിരുദ്ധമായ സംഗതികൾ എടുത്തു മാറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു അപ്ഡേഷൻ ഈ അപകടങ്ങൾ നടന്നാല് അല്ലെങ്കിൽ ലൈൻ കമ്പിയിലേക്ക് ഒരു സാധനം പൊട്ടി വീണാല് വിളിച്ചു പറയാന് KSEBയില് ഇല്ല എന്നുള്ളത് വലിയ അതാണ്. ഈ ഒരു പേമാരിയും കാറ്റും വകവെക്കാതെ പണിയെടുക്കുന്ന തൊഴിലാളികളെ നമ്മള് വില കുറച്ച് കാണുന്നില്ല. പക്ഷെ ഈ സിസ്റ്റത്തില് അപ്ഡേഷൻ വരണം എന്നുള്ള ഒരു താല്പര്യം, ആ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടാണ്. നിങ്ങളെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം എന്ന് പറയുന്നു. ഓക്കെ, ബൈ.